ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്താ ചിത്രത്തോടുകൂടി ഒരു വിശേഷ വാർത്ത പ്രത്യക്ഷപ്പെട്ടു. മരണം കാണാൻ റെയിൽവേ പാളത്തിൽ ജനം തിങ്ങിക്കൂടി എന്നതായിരുന്നു വാർത്ത. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറും ഉണ്ടായിരുന്നു, ഒരുപാട് ജനവും. അന്ന് മരിക്കാൻ തയ്യാറായ ആ ചെറുപ്പക്കാരൻ പ്രശസ്ത മാന്ത്രികനായ പ്രദീപ് ഹുഡിനോ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം പ്രദീപിനെക്കുറിച്ച് ആ മാതൃഭൂമിയിൽ വന്ന വാർത്തയെപ്പറ്റി തന്നെ ചോദിക്കട്ടെ. എന്തായിരുന്നു ഈ മരണം കാണാൻ ജനം തിങ്ങിക്കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ആ വാർത്ത? എന്ത് മാജിക്കായിരുന്നു അത്? അത് റെയിൽ ട്രാക്ക് എസ്കേപ്പ് മാജിക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അതായത് കേരളത്തിൻ്റെ മാജിക് വേദിയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന പ്രൊഫസർ വാഴകുന്നത്തിൻ്റെ തിരോധാനവും അതിനുശേഷം ഏതാണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രൊഫസർ ഭാഗ്യനാഥ് അദ്ദേഹവും അരങ്ങൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ യുവമാന്ത്രികരായിരുന്ന ശ്രീ RK മലയത്ത്, അതുപോലെ തന്നെ ജൂനിയർ മാൻഡ്രാക്ക്, ഇങ്ങനെ തുടങ്ങി കുറേ മാന്ത്രികർ രംഗത്ത് വന്നിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ മുഖ്യമായിട്ടും സ്റ്റേജ് മാജിക്കുകൾ, സ്റ്റേജിൽ ഒരേ രൂപത്തിലുള്ള മാജിക്കുകൾ പല വ്യത്യാസത്തോടു കൂടി ആവർത്തിച്ചാടുന്ന ഒരു രീതിയായി. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കണ്ടപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ആലോചിച്ച് ഒരിക്കൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തൊരു സാധനമാണ് ഒരു സാഹസിക മാജിക്, എസ്കേപ്പ് മാജിക് എന്നുള്ളൊരു. ഇതിൽ ഒരു റെയിൽ ട്രാക്കിൽ എന്നെ ശരീരമാസകലം ചങ്ങലയാൽ ബന്ധിച്ച് റെയിൽ ട്രാക്കിൽ കിടത്തിയിട്ട് കൈയും കാലും, കൈ ഒരു ട്രാക്കുമായും കാല് രണ്ടാമത്തെ ട്രാക്കുമായിട്ടും ബന്ധിക്കുന്നു. ഈ ഫൈനൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഒരു കാണാവുന്ന ദൂരത്തിൽ, വിസിബിൾ ഡിസ്റ്റൻസ് ഇങ്ങനെ ലോക്ക് ചെയ്ത് എല്ലാ ലോക്കും സാഹിത്യ നായകൻ വൈക്കം മുഹമ്മദ് ബഷീർ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ട്രെയിൻ എത്തുന്ന ഒരു ചെറിയൊരു സമയം, അതായത് ഒരു ലെസ് ദാൻ 1 മിനിറ്റ്, ഈ സമയത്തിനുള്ളിൽ 9 ലോക്കുകളും ഏതാണ്ട് 1/4 കിൻഡൽ ഇരുമ്പ് ചങ്ങലയുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്ത് കിടക്കണം. അപ്പോൾ എസ്കേപ്പ് ഓർ ഡെത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അപകടം മനുഷ്യനിർമ്മിതമായ സാധനമല്ല, ഇത് ബിയോണ്ട് കൺട്രോളാണ്. കാരണം ഏതാണ്ട് 100-110 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദൂരത്ത് നിന്ന് കാണുകയാണ്. അപ്പോൾ ഇതിനിടക്ക് വളരെ സാഹസികമായിട്ട് നടത്തിയ ഈ യജ്ഞം അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ള ദേശീയ പത്രങ്ങൾ ടൈറ്റിൽ 8 കോളത്തിലും ഈ ചിത്രം കൊടുത്തുകൊണ്ട് വരികയുണ്ട്. അത് കേരളത്തിലെ മാജിക്കിനെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണയെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. പിന്നീട് താങ്കൾ കൊച്ചിയിൽ കായലിൽ പെട്ടിക്കകത്ത് പൂട്ടിയിട്ട് കായലിലിടുന്ന ആ മാജിക് നടത്തി. അപ്പോൾ ഇത് ഈ എസ്കേപ്പ് മാജിക് എന്ന് പറയുമ്പോൾ ഈ സാധാരണ മാജിക്കിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ദീർഘനാളത്തെ പരിശീലനം. ഇപ്പോൾ ഈ റെയിൽ ട്രാക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിൽ ഏതാണ്ട് ഒരു 4 വർഷത്തെ നിരന്തരമായ പരിശീലനത്തിൻ്റെ ഒരു ആകത്തുകയാണ് ഈ 5 മിനിറ്റിൻ്റെ താഴെ നിൽക്കുന്ന മൊത്തം വരുന്ന ഈ ജാലവിദ്യ. കാരണം ഇത് വീട്ടിലൊരു റെയിൽ ട്രാക്ക് സെറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ചങ്ങലയാൽ ബന്ധനസ്ഥനായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നത് പരിശീലിച്ചതിന് ശേഷം 2 വർഷക്കാലം അങ്ങനെ പരിശീലിച്ചതിന് ശേഷം പിന്നെ ആക്ച്വൽ റെയിൽ ട്രാക്കിൽ തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം ഞാനിത് പരിശീലിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇതൊരു പുതിയ പന്താവായിരുന്നു. ഇതിന് എനിക്ക് മുൻഗാമികളുടെ യാതൊരു അറിവും ഇതിനെ സംബന്ധിച്ചുള്ള. കാരണം പണ്ട് ഹൂഡിനി പോലെയുള്ള മഹാമാന്ത്രികന്മാർ ഇത്തരത്തിലുള്ള എസ്കേപ്പ് ആക്റ്റുകൾ ചെയ്തിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ന്യൂസുകളും അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാകുന്ന പുസ്തകങ്ങളും വാർത്തകളുമൊക്കെ തന്നെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. മാജിക്കിൽ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഹൂഡിനിയെക്കുറിച്ച് വളരെ എഴുതപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ അതിൽ കിട്ടാവുന്നിടത്തോളം കാര്യങ്ങളൊക്കെ സമാഹരിച്ച് നോക്കി. പക്ഷേ ഇതിലൊന്നും ഏറ്റവും മൗലികമായി നമുക്കറിയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് പരിശീലിച്ചിട്ട് പിന്നെ അതിനുശേഷം റെയിൽ ട്രാക്കിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻസേഷൻ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ രാത്രി ഞങ്ങളുടെ മലബാർ മേഖലയിൽ കോഴിക്കോട്ട് ചെറുവണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു റെയിൽ ട്രാക്ക്, ഒരു കമാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഭീകരതയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി അന്ന് ഈ വെസ്റ്റ് കോസ്റ്റ് രാത്രി മിഡ് നൈറ്റിൽ പോയി കഴിഞ്ഞാൽ പുലർച്ചെ 4 മണി വരെ റെയിൽ ട്രാക്ക് കാലിയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് വെച്ചിട്ട് ഡെയിലി പോയിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും. ഈ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴെ പൂട്ടി താക്കോൽ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ താഴെ തുറന്നിട്ടാണോ വരുന്നത്, അതോ ആ പൂട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഊരി രക്ഷപ്പെടും? അല്ല, ഇതിൽ നിന്ന് കംപ്ലീറ്റ് നമ്മൾ ബോഡി കൺട്രോൾ കൊണ്ട് റിലീസ് ചെയ്തിട്ട് എത്ര വലിയ പൂട്ടാണെങ്കിലും അതിൽ നിന്നെല്ലാം ശരീരത്തെ ഊരിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. ഇതിൽ ശരിക്കും നേരത്തെ സാമ്രാജ്യ പറഞ്ഞ പോലെ ഒരു ഭയങ്കര റിസ്ക് ഫാക്ടർ ഇല്ലേ? വളരെ റിസ്ക് ഫാക്ടറുണ്ട്. ഇത് 2 വിധത്തിലുള്ള സാധനമുണ്ട്. ഒന്ന് റിസ്ക് ഉള്ളതും ഒന്ന് റിസ്ക് ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ടാമത് സാറ് ചോദിച്ചേ, നമ്മുടെ ഈ അണ്ടർ വാട്ടർ എസ്കേപ്പ് എന്ന് പറയുന്ന കൊച്ചിയിൽ, അതായത് കംപ്ലീറ്റ് മജീഷ്യനെ ചങ്ങലയാൽ ബന്ധിച്ച് ഒരു ബോക്സിലാക്കി നേരെ കടലിൽ താഴ്ത്തുന്ന, അല്ലെങ്കിൽ അവിടെ കൊച്ചി കായലിലാണ്, അതായത് കപ്പലിൻ്റെ പാതയിലാണ്, ചാലിലാണ് താഴ്ത്തിയിരുന്നത്. അവിടുന്ന് രക്ഷപ്പെടുന്നു. ഈ ഇത്തരം മാജിക്കിൽ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ ഈ മെയ്വഴക്കവും അഭ്യാസവും പ്രാക്ടീസാണോ, അതല്ലെങ്കിൽ ഈ ഓഡിയൻസിനെ കൺകെട്ട് പോലുള്ള അങ്ങനെ എന്തെങ്കിലും? കൺകെട്ട് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഇതിൽ തെറ്റിദ്ധരിപ്പിക്കലല്ല, ഇതിൽ സാഹസികത തന്നെയാണ്. ഈ ജാലവിദ്യ കാണിച്ചപ്പം ഇതിൽ പലപ്പോഴും ഇപ്പം നമുക്ക് ഇപ്പം ആ വർഷത്തിൽ ഈ വാഴക്കുന്നത്തിൻ്റെ 100ാം ജന്മവർഷമായിരുന്നു. അപ്പോൾ വാഴക്കുന്നത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഈ കേരള സംഗീത നാടക അക്കാദമി നൽകുകയുണ്ട്. അതൊരു ആ പേരിൽ ലഭിച്ചു എന്നുള്ളത് വളരെ, വാഴക്കുന്നം പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ ഇത്തരം നേരത്തെ പറഞ്ഞ ഈ ഷോകളിൽ ഒരു മാജിക് അല്ലല്ലോ അതിനകത്ത് കൂടുതലും, ഒരു അഭ്യാസമല്ലേ കൂടുതൽ വന്നിട്ടുള്ളത്. മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ആളുകളെ മേക്ക് പീപ്പിൾ ബിലീവ്, അല്ല അത് അവരെ അങ്ങനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് എന്ന്. അതല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു സംഭവത്തെ ഒരു ഇല്യൂഷനാണത്, ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കും. ഇതല്ലല്ലോ ചെയ്യുന്നത്. ഒരുതരം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അഭ്യാസം പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ അത്. ജാലവിദ്യയും പിന്നെ സർക്കസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മൾ കാണിക്കുന്ന സാധനം സർക്കസാണ്. ഇപ്പോൾ ഒരു കയറിൻ്റെ മുകളിൽ നിരന്തരമായ പരിശീലനത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ അതൊരു സർക്കസാണ്. പക്ഷേ ആ കയറ് നിങ്ങളെ കാണികൾ കാണാതെ അതിൻ്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് മാജിക്. അതിനെയാണ് ഈ കൺകെട്ട് എന്നൊക്കെ പറയുന്നത്. കൺകെട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണുന്നു. ഒരു വസ്തുവിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു പേന കാണുന്നു, അല്ലെങ്കിൽ ഒരു കയറ് കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ റെറ്റീനയിൽ ഇത് രജിസ്റ്റർ ചെയ്യുകയും ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അവിടെ വെച്ചിട്ട് അനലൈസ് ചെയ്യപ്പെടും. ഇതൊരു പേനയാണ്, അല്ലെങ്കിൽ ഒരു കർച്ചീഫാണ്, അല്ലെങ്കിൽ ഇന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ കാണുക എന്ന് പറയുന്ന ഫിസിക്കൽ ഫിനോമിന, അതും എന്താ ഒന്ന് കണ്ടു എന്ന് എടുക്കുന്ന ഡിസിഷൻ, ഇറ്റ് ഈസ് എ ഡിസിഷൻ ബൈ ബ്രെയിൻ. അപ്പോൾ കാണുക എന്നുള്ള ഫിനോമിനയും കണ്ടു എന്നുള്ള ഫീലിങ്ങും രണ്ടാണ്. അപ്പോൾ കണ്ടു എന്നുള്ള ഫീലിങ്ങിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതായത് ഒരു മജീഷ്യൻ ചിലപ്പോൾ ഒരു കസാല അങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ നിങ്ങൾ കസാല എടുത്തു വെക്കുന്നത് കണ്ടിട്ടുണ്ടോ, പക്ഷെ നിങ്ങൾ കാണാത്ത, രജിസ്റ്റർ ചെയ്യാത്ത ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണ്ടു എന്ന് ധരിക്കില്ല, അത് നമ്മുടെ ബ്രെയിനിൽ പതിയില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ആ ഗ്യാപ്പാണ്. അതായത് കണ്ടു എന്ന് ധരിക്കുന്നതും യഥാർത്ഥത്തിൽ കണ്ടതുമായ സാധനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസാണ്, ആ ഫിനോമിനയിലുള്ള ഡിഫറൻസാണ് യഥാർത്ഥത്തിൽ കൺകെട്ട് എന്നുള്ളതിൻ്റെ ആധാരം. അത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവോ? അങ്ങനെ എന്തെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തരാമോ? ഒരു ചെറിയൊരു ഇതിൻ്റെ 2 ഭാഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഒന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് താങ്കളൊന്ന് വെറുതെ ഓപ്പൺ ചെയ്തു നോക്കുക. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ താങ്കൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അല്ലേ, അപ്പോഴാണ് ഇത് വരുന്നത്. അതെ, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തു ലൈക്ക് എനി റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ എത്ര സമയം വേണമെങ്കിൽ വന്നുകൊണ്ടിരിക്കും, പക്ഷേ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഇത്ര കാണിക്കാൻ പറ്റും. തന്നെ ആദ്യം ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും കാണുകയില്ല. ഒരു ചീറ്റിംഗ് ആണോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്.
അത് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനോട് എനിക്കുള്ള പ്രതികരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മളൊരു ഒരു ഒരു ചിത്രത്തിൻ്റെ ഒരു പിക്ചർ എടുക്കുക, ഒരു പുഷ്പത്തിൻ്റെ ചിത്രം ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പുഷ്പമാണോ? അല്ല. പെയിൻറ് കൊണ്ട് അല്പസ്വല്പം ഇങ്ങനെ കാണിച്ച് ഒരു പുഷ്പം പോലെ തോന്നിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്? ഇല്ല, അതൊരു ചിത്രകാരൻ്റെ കഴിവായിട്ട് നമ്മൾ വാഴ്ത്താറുള്ളൂ. ഒരു മഹാനായ നടൻ, അദ്ദേഹം ഒരു ഇപ്പം നമ്മുടെ മമ്മൂട്ടി ഒരു ചന്തുവായിട്ട് അഭിനയിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നു എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്? കണക്കാക്കാറില്ല, ഒരിക്കലും കണക്കാക്കാറില്ല. ഇതുപോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു മൃഗത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മറ്റാരുടെയും ശബ്ദം ഉണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കണക്കാക്കാറില്ല. പക്ഷെ മാജിക്കിന് മാത്രം അങ്ങനെ വ്യത്യസ്തമായൊരു അവസ്ഥയുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മജീഷ്യൻ, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നിങ്ങൾക്ക് ഒരു പൂവ് സൃഷ്ടിച്ച് തരുന്നു. ഇവിടെ എത്ര നല്ല ചിത്രകാരനായാലും അദ്ദേഹം വരച്ചിരിക്കുന്ന ചിത്രം ഒരു ചിത്രമായിട്ട് ഞങ്ങൾ കണക്കാക്കുക. പക്ഷേ ഇദ്ദേഹം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെന്ന പൂവ് യഥാർത്ഥത്തിലുള്ള പൂവല്ല. പക്ഷേ തൽക്കാലത്തേക്ക് നിങ്ങളും പ്രേക്ഷകരുമെല്ലാം ഇത് ഒറിജിനലാണെന്ന് ധരിക്കുന്നു. അവിടെയാണ് വ്യത്യാസം. മറ്റേത് നമ്മളൊരു മനോഹരമായ പുഷ്പത്തിൻ്റെ ചിത്രമായിട്ട് തന്നെ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് തലത്തിലേക്ക് മാജിക് എത്തുന്നു എന്നുള്ളതാണ്. റിയാലിറ്റിയും അതായത് ഇല്യൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പല സ്ഥലങ്ങളിലുമൊക്കെ പോയി, പല രാജ്യങ്ങളിലൊക്കെ പോയി പല രീതിയിലുള്ള മാജിക്കുകളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്കിവിടെ ചെയ്യണം. 1988 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര പ്രാതിനിധ്യത്തോടു കൂടി, അതായത് ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള മാന്ത്രികർ ഉൾപ്പെടുന്ന ഒരു വലിയ മാജിക് കൺവെൻഷൻ കേരളത്തിൽ ആദ്യമായിട്ട് 1988 കോഴിക്കോട്ട് നടത്തി. ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അവർക്കൂടെ കാണാനും പിന്നെ എനിക്കും വളരെ അടുത്ത് കാണാനും ഒന്ന് രണ്ട് ചെറിയ മാജിക്കുകൾ കാണിച്ചു തരുമോ? ആയിക്കോട്ടെ. അപ്പോൾ വളരെ ദാഹം തോന്നുന്നുണ്ട്, നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരല്പം വെള്ളം കഴിച്ചുകൊണ്ടുള്ളൊരു ജാലവിദ്യ ആവാമെന്നാണ് തോന്നുന്നത്. ഇവിടെ വളരെ ചെറിയൊരു പാത്രമുണ്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ താങ്കളുടെ കയ്യിൽ തരുന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. ഇത് ഒരു കഷ്ണം ന്യൂസ് പേപ്പർ. ഈ പേപ്പർ കൊണ്ട് താങ്കൾ അതിൻ്റെ മുകളിലൊന്ന് കമഴ്ത്തി. അതിനുശേഷം ഒരു മിനിറ്റ്, അതിനുശേഷം നമ്മൾ അതിനെ നേരെ കമഴ്ത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തിരിച്ചു കഴിഞ്ഞാൽ പേപ്പർ അടിയിൽ വന്നാൽ താഴത്തേക്ക് വീഴും. നമുക്ക് നോക്കാം, വീഴുമെന്ന് നോക്കാം. ഓക്കെ. ഇപ്പം ഇത് ഞാൻ ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല, വളരെ ക്ലിയറാണ്. ഞാനിതിനെ കമഴ്ത്തി വെച്ചതിന് ശേഷം എടുത്തോ. പക്ഷെ ഇതിനൊരു ശാസ്ത്രമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ വായുവിൻ്റെ അപ്തം. ഇതിൽ മാജിക് എന്താണ് എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും. ഇതിലുള്ള മാജിക് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് എടുത്തു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വരില്ല എന്നുള്ളത്. ദിസ് ദ മാജിക്. അതായത് വെറുതെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഇതേപോലെ ഇങ്ങനെ തിരിച്ച് വെക്കുകയാണ്. അതിനുശേഷം ആ പേപ്പർ താങ്കൾക്ക് എടുക്കും. അതിനുശേഷം അടുത്തതായിട്ട് മാജിക്കിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടെലിപ്പതി, അതുപോലെ തന്നെ ഈ മെൻ്റൽ മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജാലവിദ്യകളുണ്ട്. അപ്പം അത്തരത്തിൽപ്പെട്ടൊരു ജാലവിദ്യ ഞാൻ ആ വിദ്യ ഉപയോഗിച്ചൊരു മാജിക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ മാജിക്കിനായിട്ട് ഞാൻ 2 പ്ലേയിങ് കാർഡുകൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. വൺ ഈസ് ക്വീൻ ഓഫ് ഡയമണ്ട്സ്,
മറ്റൊന്ന് ക്ലബ്സ് ഓഫ് 4. അതിനുശേഷം ഇതിനകത്ത് ഇനി 2 കാർഡ് കൂടിയുണ്ട്. ആ 2 കാർഡ് ഏതാണ് എന്ന് ഞാൻ ഈ ഷോയിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണിക്കാം. അതിന് മുൻപായിട്ട് ദിസ് ടിക്ക് മാർക്ക്, അതായത് ശരി ആണ്, ഇത് തെറ്റും. ഈ 2 കാർഡിന് താങ്കൾക്ക് ഒന്നിൽ ശരിയും ഒന്നിൽ തെറ്റും വെക്കാം. ഒന്നിൽ ശരിയും, ഒരു മിനിറ്റ് പിടിച്ച, ഒന്നിൽ ശരിയും ഒന്നിൽ തെറ്റും. പക്ഷെ ആ വെക്കുന്നത് വളരെ ആലോചിച്ച് മതി. അതായത് ഞാൻ നിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു സംശയവും ഉണ്ടാവാതെ, റൈറ്റ്? ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റാൻ പാടില്ല, റൈറ്റ്? ഓക്കെ, ഇനി ഒരു മിനിറ്റ് പറയരുത്, എനിക്ക് ആലോചിക്കാനില്ല. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഈസ് ദിസ് യുവർ ഫൈനൽ ചോയ്സ്? റൈറ്റ്, നോ ചേഞ്ച്. അപ്പം ഞാനിവിടെ നിങ്ങളോട് പറയേണ്ട, ഇതിനകത്ത് 2 കാർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൺലി 2 കാർഡ്സ്. ആ 2 കാർഡിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിക്കാം. അതായത് ഇവിടെ ഈ 2 കാർഡുകൾ, ഒന്ന് ക്വീൻ ഓഫ് ഡയമണ്ടാണ്, അതിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ദ സെക്കൻഡ് വൺ ഈസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ചെക്ക് ചെയ്യാം, വേറെ ഇനി ഓൾട്ടർനേറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം. ഇതാണ് ടെലിപ്പതി. ഈ ദിസ് കോട്ട് ടെലിപ്പതി. അതായത് താങ്കൾ എന്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനിച്ചതിനെ ഞാൻ താങ്കളുടെ മൈൻഡിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതിനെക്കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചോയ്സിലേക്ക് നിങ്ങൾ വരണം. എങ്കിൽ മാത്രമേ ടെലിപ്പതിക് മാജിക് സക്സസ്ഫുൾ ആകൂ. ഏതായാലും ഈ ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്താൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്.